കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 13 മാസം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് 1 വർഷത്തിലധികമായെന്ന് തൊഴിലാളികൾ. പ്രതിമാസം 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. 13 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. നിലവിൽ 20,800 രൂപ കുടിശ്ശിക ഇനത്തിൽ ഓരോ തൊഴിലാളിക്കും ലഭിക്കാനുണ്ട്. ഇതിനൊപ്പം അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം, വിവാഹ ധനസഹായം, പ്രസവാനുകൂല്യം, കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായം, മരണാനന്തര സഹായവും അപകട മരണ സഹായവും ലഭിക്കാനുണ്ട്. ക്ഷേമ പെൻഷന് അർഹരായ തൊഴിലാളികൾ പലരും വിവിധ അസുഖങ്ങളായി വീട്ടിൽ കിടക്കുന്നവരാണ്. ഒരു നേരത്തെ മരുന്നിന് പോലും പെൻഷനെ ആശ്രയിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. ഏറ്റവും ഒടുവിൽ ഇവർക്ക് പെൻഷൻ ലഭിച്ചത് 2023 നവംബർ 4-നാണ്. പെൻഷൻ ഇല്ലെങ്കിൽ അടച്ച അംശാദായമെങ്കിലും തിരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന് പറയുന്നവരും ഏറെയാണ്. 20 ലക്ഷത്തോളം കെട്ടിട നിർമ്മാണ തൊഴിലാളികളിൽ നിന്ന് മാസം 50 രൂപ അംശാദായം സർക്കാർ പിരിക്കുന്നുണ്ട്. ഇത് മാത്രം മാസം 10 കോടി രൂപ വരും. കൂടാതെ നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ്സിലൂടെയും കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടെന്ന് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ക്ഷേമനിധി തുക സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നതിനാലാണ് ബോർഡ് സാമ്പത്തിക പ്രതിസന്ധിയിലായത്. തൊഴിലാളികളിൽ നിന്നും അംശാദായവും പുതിയ വീട് വയ്ക്കുന്നവരിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സെസ്സും പിരിച്ചിട്ടും അർഹരായ തൊഴിലാളികൾക്ക് പ്രതിമാസ പെൻഷനോ അടച്ചു തീർത്ത അംശാദായമോ നൽകാൻ പണമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 2016 പിണറായി സർക്കാർ ചുമതലയേൽക്കുമ്പോൾ 600 കോടി രൂപ സ്ഥിര നിക്ഷേപമുണ്ടായിരുന്ന ക്ഷേമനിധിയിൽ ഇന്ന് 700 കോടി കടമാണത്രേ. 1996 ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ സെസ് ആക്ട് പ്രകാരം പണി പൂർത്തീകരിച്ച ഗാർഹിക വാണിജ്യ കെട്ടിടങ്ങൾക്ക് ആകെ നിർമ്മാണ ചെലവിന്റെ 1% സെസ്സാണ് പിരിച്ചെടുക്കുന്നത്. കെട്ടിടങ്ങൾക്ക് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് ബിൽഡിംഗ് സെസ് നിർബന്ധമായി പിരിച്ചെടുക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതാത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ സെസ് പിരിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവവും ബോർഡിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. പെൻഷൻ കുടിശ്ശിക ലഭിക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ.